കേൾക്കുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സോഫാർ ചാറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അയച്ചാൽ മതി. എൻ്റെ സൈഡിൽ ഫോണും ഇരിപ്പുണ്ട്. കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഞാൻ അതനുസരിച്ച് ക്രമീകരിച്ചു കൊള്ളാം. ശരി. നമ്മളിന്ന് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് നിങ്ങളോടൊത്ത് ആയിരിക്കാൻ തക്കവണ്ണം ഇടം നൽകിയതിനാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാനും എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകുന്ന NGPMHSS വെഞ്ചേമ്പ് എന്ന സ്കൂളിനോട് ചേർന്ന് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഉള്ള ഒരു ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിൽ വളരെ സന്തോഷം. ഞാനും കൊല്ലം ജില്ലയിലെ SKVHS എന്ന് പറയുന്ന തൃക്കടമംഗലുള്ള സ്കൂളിൽ, സാധാരണ ഒരു സ്കൂളിൽ പഠിച്ച് വളർന്നു വന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതേപോലെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിച്ച് 1 മുതൽ 4 വരെയും അതിനുശേഷം 5 മുതൽ 10 വരെയും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിച്ചു. അതിനുശേഷം പ്രീ ഡിഗ്രി, അന്നത്തെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ആയിരുന്നു. അത് പ്രീ ഡിഗ്രി SG കോളേജ് കൊട്ടാരക്കരയിലും BSc SG കോളേജ് കൊട്ടാരക്കരയിലും പിന്നെ MCAയും MBAയും PhDയും ഒക്കെയും PhD ചെയ്തുകൊണ്ട് ഏകദേശം തീർന്നു കഴിഞ്ഞു. പിന്നെ സൈബർ ഡോമുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലും പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ പല മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി ഞാൻ കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് ഡെക്സ് ടെക്നോളജീസ് LLP എന്നാണ്. സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് വിദഗ്ധമായ രീതിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുകയും അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതെത്തിക്കുവാൻ തക്കവണ്ണം, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവരുടെ ഇടയിൽ വരെ ഇതെത്തിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു പുറപ്പാടുമാണ്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച അഭിജിത്ത് സാറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് തോന്നുന്നു ഒരു 8th മുതൽ കാണുമായിരിക്കും കുഞ്ഞുങ്ങൾ, 8th മുതൽ ഏകദേശം 12th വരെയുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വരുന്ന ഒരു 45 to 1 അവറിനുള്ളിൽ 45 മിനിറ്റ്സിനുള്ളിൽ ഞാൻ തീർത്തുകൊള്ളാം, 45 to 1 അവറിനുള്ളിൽ ഞാൻ തീർത്തുകൊള്ളാം എന്ന അഭിജിത്ത് സാർ എനിക്ക് പറഞ്ഞത്. മാക്സിമം 1 അവർ തീർത്തുകൊള്ളാം. സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയും പറയുവാനായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ഓടിച്ച് ടച്ച് ചെയ്ത് ആദ്യം മുതൽ അവസാനം ഓടിച്ച് ടച്ച് ചെയ്ത് വൺ ബൈ വൺ ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിന്റെ ആദ്യോടന്തം മൈക്ക് മ്യൂട്ട് ചെയ്യുക എന്നത് പ്രധാന. എന്തെങ്കിലും സൗണ്ടിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി, വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇതിലൂടെ തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുകയോ വാട്സപ്പ് വഴി എന്തെങ്കിലും അറിയിച്ചുകൊണ്ടാൽ മതി. പ്രത്യേകമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ടീച്ചേഴ്സ് കാണുമായിരിക്കും, അവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു, എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്കൂവൻ ജെയിംസ് സ്കൂളിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നെ ഇവിടെ വിളിച്ചതിൽ. ഞാനിപ്പോൾ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്, എറണാകുളത്ത് കളമശ്ശേരി. എൻ്റെ ഓഫീസ് കാക്കനാടാണ്. അങ്ങനെ പോകുന്നു ഇതിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. കുഞ്ഞു വിദ്യാലയത്തിലേക്ക് വീണ്ടും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായതിന് ഞാൻ സന്തോഷിക്കുന്നു. കുഞ്ഞുങ്ങളോടൊത്ത് ഈ സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിൽ അതിയോടന്തം ശ്രദ്ധിച്ചു കൊള്ളട്ടെ. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം ആയിട്ട് ഞാൻ വളരെ എനിക്ക് തോന്നുന്നു ഈ കമ്പ്യൂട്ടർ ക്ലാസ് ആകുമ്പോൾ അത്ര അങ്ങോട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഒക്കുമെന്ന് തോന്നില്ല. എങ്കിലും ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളുപരി നോർമൽ ക്ലാസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, വളരെ രസകരമായ രീതിയിൽ നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം അഭിജിത്ത് സാർ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാവർക്കും മലയാളം മനസ്സിലാവുമല്ലോ അതോ ഇംഗ്ലീഷിലും എടുക്കണം? ക്രമീകരിച്ച് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും മലയാളീകരിച്ച് പറഞ്ഞോളാം, മലയാളത്തിൽ മാത്രം. എല്ലാ കുഞ്ഞുങ്ങളും മലയാളം അറിയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ തന്നെ പഠിച്ച് വളർന്നു വന്ന അതാണ്. അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല മലയാളം സംസാരിക്കുന്നു. താങ്ക് യു സാർ. അന്നേരം സൈബർ സെക്യൂരിറ്റി എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ശബ്ദത്തിന്. ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളാം. എൻ്റെ നെറ്റ് കണക്ഷൻ ഞാൻ ഇപ്പം മൊബൈൽ വഴിയുള്ള കണക്ഷനാണ് കൊടുത്തത്, അതായത് നോർമൽ കണക്ഷൻ അല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത് സംസാരിച്ചോളാം എന്നാണ് പറഞ്ഞു. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു.
സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ, ഏകദേശം ഇന്ന് ഞാനൊരു 85 വയസ്സുള്ള ഒരു അപ്പച്ചനെ ചെന്ന് കണ്ടപ്പോഴും, എനിക്ക് 1.5 വയസ്സുള്ള ഒരു മകനുണ്ട്, അവരെ ചെന്ന് കണ്ടപ്പോഴും മുതൽ വലിയ വയസ്സ് വരെ ഉള്ള ആൾക്കാരെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന് ഇന്ന് എല്ലാ മേഖലകളും ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാനൊക്കാത്ത ഒരു സംരംഭമായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകാനൊക്കാത്ത ഒരു സംരംഭമായി കഴിഞ്ഞു. 1.5 വയസ്സുള്ള കുഞ്ഞിന് വരെ വളരെ രീതിയിൽ മൊബൈൽ ഫോൺസും ഇന്റർനെറ്റും ഒക്കെയും ഉപയോഗിക്കാൻ ഇന്ന് അറിഞ്ഞു തുടങ്ങി. ഏകദേശം 2 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങും. നിങ്ങൾക്കൊക്കെ ഇപ്പം ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാം എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു 98 അല്ലെങ്കിൽ 96 കാലഘട്ടങ്ങളിൽ ഒരു കമ്പ്യൂട്ടർ കാണുവാനായിട്ട് പോലും കൊതിച്ചിരുന്നു. അതായത് വളരെ ദൂരെ എന്ന് പറയും, ഇതാണ് ഇന്നിടത്തിരിക്കുന്ന, വളരെ ഒരു 10 മീറ്റർ അകലത്തിൽ നിന്ന് പറയും, കോളേജുകളിലൊക്കെ പറയും ഇന്നിടത്തിരിക്കുന്ന അതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു തന്നിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെയും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ലാപ്ടോപ്പ് കാണും, കമ്പ്യൂട്ടേഴ്സ് കാണും. അത് ഉപയോഗിക്കുക, മൊബൈൽ ഫോണെങ്കിലും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വളരെ കുറവായിരിക്കും. അതിനകത്ത് എല്ലാവരും ലോകത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഏത് സമയവും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഏത് സമയവും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുക. അത് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻഡിങ് ദി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സെർവേഴ്സ്, മൊബൈൽ ഫോണ്, നെറ്റ്വർക്ക് എല്ലാം കൂടെ ചേർന്ന് കലർന്ന ഇന്റർനെറ്റിനുണ്ടാകുന്ന ത്രെഡ്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റിനുണ്ടാകുന്ന പ്രോബ്ലംസ്, നിങ്ങൾ മുഖാന്തരം ഇന്റർനെറ്റിനുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് സൈബർ സെക്യൂരിറ്റി. അതിനുണ്ടാകുന്നത് നിങ്ങൾ ഇന്ന് എവിടെ ആയിരിക്കുന്നു, എങ്ങനെ ആയിരിക്കുന്നു എന്നെല്ലാം ലോകത്തിലിരുന്ന പല കമ്പനികളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? കഴിഞ്ഞ നമ്മുടെ ഈ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ലോക്ക്ഡൌൺ പീരീഡിൽ പല അറ്റാക്കുകൾ മുഖാന്തരം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾ കൊണ്ട് വന്ന ഒരു വിശേഷപ്പെട്ട സർവേയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുന്നവർക്ക് അറിയാം, പഞ്ചാബ് തമിഴ്നാടിനെക്കാട്ടിലൊക്കെ ഏറ്റവും മുമ്പിലായിട്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ കേരളം ഒന്നാമത്, അതായത് ത്രെഡ്സിൽ, അതായത് സൈബർ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിൽ കേരളം ഒന്നാമത് നിൽക്കുന്നു. ഏകദേശം എണ്ണപ്പെട്ട കേസുകൾ അനുസരിച്ച് കോട്ടയത്ത് തന്നെ 462 കേസുകൾ സൈബർ സെക്യൂരിറ്റിയുടെ വന്നു. കണ്ണൂർ 374 കേസുകൾ വന്നു. കൊല്ലം ജില്ലയിലെ ഏകദേശം 236, നിങ്ങളുടെ പുനലൂർ ഏരിയ കൊല്ലം ജില്ലയിൽ 236 കേസുകൾ വന്നു. കൊച്ചിയിൽ 147 കേസ്. എല്ലാ ദിവസവും സൈബറിന്റെ കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമുക്കൊക്കെയും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, സാറേ എൻ്റെ ഇമെയിൽ വല്ലവരും, ഇമെയിൽ ഇല്ലാത്തവരൊക്കെ കുറവാണെന്ന് വിചാരിക്കും, ഇമെയിൽ വല്ലവരും ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഓരോരോ കാര്യങ്ങൾ. പക്ഷെ സാറേ എൻ്റെ കമ്പ്യൂട്ടറിന്റെ ഡേറ്റ എനിക്ക് തുറക്കുവാനായിട്ടൊക്കുന്നില്ല, എൻ്റെ ഫോൺ എനിക്ക് തുറക്കുവാനായിട്ടൊക്കുന്നില്ല. ഒരു കാര്യം പറയാം, ഇന്നത്തെ നമ്മളൊരു ഇമെയിൽ എടുത്താലോ നമ്മളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിലോ, അതായത് നമ്മൾ ഇന്ന് സെക്യൂർഡ് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്റെ കുഞ്ഞനുജന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരിക്കലും സെക്യൂർഡ് അല്ല. നിങ്ങൾ ഈ ഫോൺ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന നേരം മുതൽ ഏത് കമ്പനികൾക്കും ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് എവിടെ, ഒരുമാതിരി കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് സഞ്ചരിക്കുന്നത്, എവിടെ പോകുന്നു, എങ്ങനെയായിരിക്കുന്നു, നിങ്ങൾ എന്തെല്ലാമാണ് എടുക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ഫോണിലൂടെ കണ്ടു, നിങ്ങളുടെ ഭവനത്തിൽ എന്താണ് എടുക്കുന്നത്, നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഈ ഫോണിന്റെ ക്യാമറ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും അറിയത്തില്ല. നിങ്ങൾ അറിയാതെ തന്നെ ഓപ്പൺ ആക്കുന്ന വിദ്യ സൈബർ ഏരിയയിലുള്ള ഏകദേശം ഒരു 12-ഉം 15-ഉം ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ മേലോട്ടുള്ളവർക്കൊക്കെയും അറിയാം. കാരണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യം, നമ്മൾ ചിലപ്പോൾ ചോറുണ്ടെന്നതായിരിക്കും, അപ്പനുമായിട്ട് വഴക്കുന്നുണ്ട്, അമ്മയുമായിട്ട് ഇതെല്ലാം മറ്റുള്ളവർ ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ, ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും, അയ്യോ ഫോണ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് ഞാൻ ഓൺ ആക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലുമല്ല, നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഇതൊക്കെയും ഓൺ ആവുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്മാർട്ട് TV,
രണ്ടാമത് ഫോൺ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്മാർട്ട് ടി വി ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ മതി, ഓൺ ആവണമെന്നില്ല. അതിനകത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാമറകൾ വരെയുള്ള സ്മാർട്ട് ടി വികൾ പല കമ്പനികൾ നമ്മുടെ വീടിനകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. നമുക്കതുകൊണ്ട് ഈ യുഗത്തിലെ ഇങ്ങനെയുള്ള ഓരോ ദിവസവും ഹൺഡ്രഡ്സ് ഓഫ് ഇൻഫർമേഷൻസ്, ഹൺഡ്രഡ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് ഓരോ ദിവസവും പല തരത്തിലുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള പ്രോബ്ലംസ്, ഹൺഡ്രഡ്സ് ഓഫ് എനിക്ക് തോന്നുന്നു, ഞാൻ സ്ലൈഡ് ഹാക്ക് ഇത് ചെയ്യാതെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്നെ എല്ലാവരും പിൻ ചെയ്തുകൊണ്ടാൽ മതി. പിൻ ചെയ്തിട്ടുണ്ടാൽ മതി. നിങ്ങളുടെ അതിനകത്തൊരു പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതെല്ലാവരും പിൻ ചെയ്തിടുക. അന്നേരം നിങ്ങൾക്ക് എന്നെ കാണാനായിട്ടൊക്കെ. ഓക്കെ, പല തരത്തിലുള്ള ത്രെഡ്സ് നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റിയിലുണ്ട്. പലതരത്തിൽ വെബ്സൈറ്റ് ഹാക്കിംഗ് ഉണ്ട്, നെറ്റ്വർക്ക് ഹാക്കിംഗ് ഉണ്ട്, ഹാക്കേഴ്സ് ഉണ്ട്, നമ്മുടെ പാസ്വേഡ് നമ്മൾ അറിയാതെ, നമ്മളൊക്കെ ഇമെയിൽ ഉണ്ടാക്കും, പിന്നെ മൊബൈലിനകത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ പാസ്വേഡ് ഹാക്കേഴ്സ് ഉണ്ട്. അതേപോലെ ഓൺലൈൻ ബാങ്ക് ഹാക്കേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഹാക്കേഴ്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഹാക്കേഴ്സ് നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ അറിയാതെയും നമ്മുടെ ഡേറ്റ ഓരോ സമയവും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഡേറ്റ, നമ്മളുടെ ഇമെയിൽ, നമ്മുടെ മൊബൈൽ നമ്മൾ ഒരു പ്രാവശ്യം ഓണാക്കി എന്നിരിക്കട്ടെ, ഗൂഗിൾക്കാർ നമ്മൾ പറയും എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എവിടെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ വേണമെങ്കിൽ ഗൂഗിൾക്കാർ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കുകാർ നമുക്ക് എഴുതി കാണിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഫേസ്ബുക്കിൽ എഴുതി കാണിക്കും, അതായത് ഇന്നതാണ്, നിങ്ങളിപ്പോൾ കൊട്ടാരക്കരയിലാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊല്ലത്താണ് എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണ് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇത് എഴുതി നമ്മൾ അറിയാതെ തന്നെ നമ്മളെക്കുറിച്ചുള്ള സ്റ്റഡീസ് വമ്പൻ കമ്പനികൾ പോലും ചെയ്തുകൊണ്ടിരിക്കുക. വെബ്സൈറ്റുകൾ, നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിന് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചു, അത് നമ്മൾ അറിയാതെ വേണമെങ്കിൽ ഹാക്ക് ചെയ്തിട്ട് നമുക്കതിന്റെ ഡേറ്റാസിന് പകരം വേറെ ഡേറ്റാസ് എടുത്തു കൊടുക്കുവാനായിട്ടൊക്കെ, അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ സെക്യൂർഡ് ആയിട്ടുള്ള HTTPS എന്ന് പറഞ്ഞ എൻക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ നെറ്റ്വർക്ക് ഹാക്കിങ്, നമ്മളിപ്പം ഒരു സാധനം ഈ ഫോണിൽ നിന്ന് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പം നിങ്ങളുടെ അഭിജിത്ത് സാറ് ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എന്തിന്റെ ലിങ്ക്? നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഗൂഗിളിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു അഭിജിത്ത് സാർ അയച്ചു തന്നത്. എവിടെ നിന്ന് അഭിജിത്ത് സാർ അയച്ചു? ഞാനിപ്പോ എറണാകുളത്തിരിക്കുകയാണ്. അഭിജിത്ത് സാർ അയച്ചത് പുനലൂരിൽ നിന്ന്, വെഞ്ചേമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അഭിജിത്ത് സാർ എനിക്ക് അയച്ചു, ഫോർ എക്സാമ്പിൾ പറയുക, അയച്ചു തന്നു. എത്ര പെട്ടെന്നാണ് എനിക്കത് കിട്ടിയത്. പക്ഷെ ഈ ഡേറ്റ മൂവ് ചെയ്യാൻ മില്ലി സെക്കൻഡ്സ് മതിയെങ്കിലും, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സെക്കൻഡ്, ആ വന്ന വഴിയിൽ തന്നെ ഈ ഡേറ്റ വേറൊരാൾക്ക് വേണമെങ്കിൽ എടുക്കാം. ആ വന്ന വഴിയിൽ തന്നെ ഈ ഡേറ്റ ഇത് ചിലപ്പോൾ ഒരു സെർവറിൽ പോയതിനു ശേഷം അമേരിക്കയുടെ എത്ര മില്ലി സെക്കൻഡ് കൊണ്ടാണ്, ഈ ഒരു സെക്കൻഡ് കൊണ്ടാണ് നടന്നത്. ജസ്റ്റ് സാർ അങ്ങോട്ട് വിളിച്ചു, ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. അതിനേക്കാളും ഈ അഭിജിത്ത് സാർ അയച്ച ഡേറ്റ അമേരിക്കയുടെ സെർവറിൽ, വാട്സപ്പ് എന്ന് പറഞ്ഞതിന്റെ സെർവറിൽ പോയതിന് ശേഷമാണ്, അമേരിക്കയിൽ പോയതിന് ശേഷമാണ് എൻ്റെ കയ്യിലോട്ട് തിരിച്ചു വന്നത്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. എത്രമാത്രം ഇത് സഞ്ചരിച്ചു, നമ്മുടെ മനസ്സിന്റെയും പ്രകാശത്തിന്റെയും വേഗത പോലെ ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്റർനെറ്റിനുള്ള ഡേറ്റകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ പോകുന്ന വഴിയിൽ പോലും ഹാക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റകൾ എടുക്കാം. എനിക്കിവിടെ കിട്ടാത്ത ഒരു രീതിയിൽ ആക്കി മാറ്റാം. ഇപ്പൊ സാറ് ഈ ഡേറ്റ എനിക്ക് അയച്ചു തന്നു, അതായത് ആ ഡേറ്റ സാറിന്റെ വിചാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിചാരം, ഈ പുനലൂരിൽ നിന്ന് ഒരു ഡേറ്റ വന്നു, ഒരു ലിങ്ക് വന്നു, അത് എറണാകുളത്തിന് അയച്ചു, അത്രയും നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പുനലൂരിൽ നിന്ന് അയച്ചത് നേരെ വാട്സപ്പിന്റെ സെർവറിൽ പോയി. വാട്സപ്പിന്റെ സെർവർ കിടക്കുന്നത്, അത് എൻക്രിപ്ഷൻ, പുനലൂരിൽ നിന്ന് അയച്ച ഡേറ്റ ചിലപ്പോൾ അയച്ചത് ABCD, നിങ്ങളുടെ ഈ ലിങ്ക് കൊടുത്തിരിക്കുന്ന OGCOUPJYSS എന്ന ആ ലിങ്കിന്റെ പേര്. പക്ഷെ പുനലൂരിൽ നിന്ന് അയച്ചത് ഈ OGCP ഒക്കെ അങ്ങ് മാറ്റും, അത് എൻക്രിപ്റ്റ് ചെയ്യും, അത് റാപ്പ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും കണ്ടാൽ തന്നെ അറിയാതിരിക്കും. പക്ഷെ അതുവരെ ഹാക്ക് ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇതിന്റെ ഈ ഡേറ്റ അമേരിക്കയുടെ സെർവറിലോട്ട് അയക്കുന്നു, വാട്സപ്പിന്റെ സെർവറിലോട്ട് അയക്കുന്നു. അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഒരു കമ്പനിയാണ്, വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം.
അവരുടെ സെർവറിലോട്ട് അയക്കുന്നു. അവിടുന്ന് തിരിച്ച് അമേരിക്കയിൽ നിന്ന് എനിക്ക് തിരിച്ച് ഇവിടെ വരുന്നു. നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വാട്സപ്പിന്റെ സെർവർ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് റാപ്പ് ചെയ്ത അല്ലെങ്കിൽ ഒന്ന് പൊതിഞ്ഞ ഇത് അയക്കുന്നത്, അത് വേറെ ആർക്കും കാണാനൊക്കാത്ത രീതിയിൽ. പക്ഷെ അതുപോലും ചിലപ്പോൾ കണ്ടുപിടിക്കുന്ന വിദഗ്ധന്മാരായിട്ടുള്ള ഹാക്കേഴ്സ് നമ്മുടെ ഇടയിൽ. എനിക്കിവിടെ കിട്ടാത്തതിന് പകരം എന്നോടും അഭിജിത്ത് സാറിനോടും വിരോധമുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഈ വ്യക്തി ഞങ്ങളോട് വിരോധമുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇവിടുന്ന് ഒരു വ്യക്തി പറയുക, അന്നേരം അഭിജിത്ത് സാർ അയക്കുന്ന ആ സമയത്ത് അഭിജിത്ത് സാറിന്റെ ഫോൺ മൊത്തം ഹാക്ക് ചെയ്യുവാനായിട്ട്, അഭിജിത്ത് സാറിന്റെ ഫോൺ ഫുള്ള് ഹാക്ക് ചെയ്തതിന് ശേഷം എങ്ങനെ ഹാക്ക് ചെയ്യാം, വാട്സപ്പിൽ കൂടെ ഒരു ചെറിയ ഇമേജ് അഭിജിത്ത് സാറിന് അയച്ചു കൊടുത്താൽ മതി. മൂന്നാമതൊരാൾ ബിജു സാർ എന്ന് പറഞ്ഞൊരു സാറാണെന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ ഇടയിൽ ബിജു സാറൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാറാണെന്നിരിക്കട്ടെ. ആ സാറ് ഞങ്ങളോടുള്ള അഭിജിത്ത് സാറിനോട് അല്ലെങ്കിൽ ഒരു വിരോധത്തിന് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അഭിജിത്ത് സാറിന്റെ ഡേറ്റ അല്ലെങ്കിൽ മൊബൈല് ഹാക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ എൻ്റെ മൊബൈല് ഹാക്ക് ചെയ്യുന്നു. എങ്ങനെ ഹാക്ക് ചെയ്യാനായിട്ടൊക്കെ അഭിജിത്ത് സാറിന് ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു JPG ഇമേജ് അയച്ചു കൊടുത്താൽ മതി. വീഡിയോയും ഇമേജും ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇമേജ് അഭിജിത്ത് സാർ എപ്പോഴാണോ ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴാണ് നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓപ്പൺ ചെയ്ത്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഓപ്പൺ ചെയ്തത് ആ സമയം നിങ്ങൾ അറിയാതെ തന്നെ ആ ഒരു പ്രോഗ്രാം ഹാക്കർ ഇട്ടേക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും. നിങ്ങൾ അറിയാതെ തന്നെ ഹാക്കർ ഇട്ടേക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയതിനു ശേഷം പിന്നീട് നിങ്ങളുടെ ഫോണ് അയക്കുന്നതും എടുക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഈ ഹാക്കേഴ്സിന് അറിയുവാനായിട്ട് ഒക്കും. ഇത്രേ ചെയ്തുള്ളൂ, ഒരു ഇമേജ് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് ഇട്ടു, അത്രേ ചെയ്തുള്ളൂ. ഹാക്കേഴ്സിന് അത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ അറിയാതെ അത് ഇൻസ്റ്റാൾ ആവുകയും പിന്നീടുള്ള നമ്മുടെ ഫോൺ നിയന്ത്രിക്കുന്നത് അവരായിരിക്കും. നമ്മൾ പോലും അറിയാതെ അവരായിരിക്കും നമ്മളുടെ ഫോണ് അങ്ങനെയാണ് ഹാക്കിങ്ങിന്റെ നമ്മളറിയാതെ മൂന്നാമതൊരാൾ നമ്മളുടെ ഡേറ്റകളെ കാണുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒക്കെ ഇപ്പോൾ വിൻഡോസ് 10 ലിനക്സോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ വിൻഡോസ് ഉപയോഗിക്കുന്നവരായിരിക്കും. കൂടുതലും പേര് വിൻഡോസ് 10 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ വിൻഡോസ് 10 പോലും ഞങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റിനകം നിങ്ങളുടെ ഡേറ്റ മൊത്തം ഹാക്ക് ചെയ്യുവാനായിട്ടൊക്കും. വിൻഡോസ് 10 നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലും കാണുവാനായിട്ട് ഒക്കും. അത് 1 സെക്കൻഡ് മതി. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ച് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ആ മെയിൽ വേറെ ഒന്നും നോക്കണ്ട. ഞങ്ങൾ അയക്കുന്നത് ഇങ്ങനെയായിരിക്കും മെയില്. അമ്മയുടെ പേരോ അല്ലെങ്കിൽ ഫാദറിന്റെ പേരോ ഒക്കെ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ശരിയായിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും മെയിൽ. ജസ്റ്റ് നിങ്ങൾ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ മൊത്തവും കാണുവാനായിട്ടൊക്കെ പിന്നീട് ഞങ്ങളായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടർ വേണമെങ്കിൽ നിയന്ത്രിക്കുന്നു, ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും. ഇത് കണക്ട് ചെയ്താൽ ഇലക്ട്രിസിറ്റി പവർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കത് നിയന്ത്രിക്കുവാനായിട്ട് ഒക്കും. അങ്ങനെയുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ ഫോണും അതേപോലെ തന്നെയാണ്. വളരെ കെയർ ആയിട്ട് നമ്മളൊക്കെയും ഫ്രീ ആയിട്ട് കളികൾ കാണുന്ന കൂട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്, ഇഷ്ടംപോലെ പബ്ജി പോലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കളികളുണ്ട്. നമ്മളെല്ലാവരും ചെന്ന് ക്ലിക്ക് ചെയ്യും ഫോൺ ഉപയോഗിച്ച്. അതുകൊണ്ട് ഫോൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ ഉടനെ നിങ്ങൾ അറിയാതെ തന്നെ ഒരു പ്രോഗ്രാം ഈ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവും. അതാ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഫാദറോ നിങ്ങളുടെ മദറോ ആരും അറിയാതെ ഒരു ഫോണിലേക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം, നമ്മളെന്താ ജസ്റ്റ് പബ്ജി കണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രോഗ്രാം എടുത്ത്, അല്ലെങ്കിൽ ഒരു കളി എടുത്ത് കളിച്ചതേ ഉള്ളൂ ഫോണിൽ കൂടി. മാമാ മിയോയോ എന്തെങ്കിലും ഇങ്ങനെ ടോക്കിംഗ് ടോമോ അതൊക്കെ എടുത്ത് കളിച്ചതായിരിക്കും ചിലപ്പോൾ. പക്ഷെ നിങ്ങൾ അറിയാതെ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാതെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ആവും. നിങ്ങൾ പോലും അറിയുന്നില്ല. പിന്നീട് നിങ്ങളുടെ പപ്പയുടെയോ മമ്മിയുടെയോ നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാദറിന്റെയോ മദറിന്റെയോ അച്ഛന്റെയോ അമ്മയുടെയോ നിങ്ങളുടെ ഫോണുകൾ നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ ഉഗാണ്ടയിലിരുന്നോ, അല്ലെങ്കിൽ
ബോംബെയിലിരുന്നോ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലിരുന്നോ, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ടെൻസാനിയിലിരുന്നോ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഫോണുകൾ നിയന്ത്രിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് വല്ല പ്രോഗ്രാമും ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങളുടെ ഫാദർ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ വെച്ചുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് എങ്ങനെ, ഫെഡറൽ ബാങ്കിന്റെയോ SBI ബാങ്കിന്റെയോ ഒക്കെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങളുടെ ഒക്കെ ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്വേഡ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ രൂപ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് മാറിക്കൊണ്ട്, ഞങ്ങൾക്ക് ഡെയിലി ഇങ്ങനെയുള്ള കേസുകൾ, ലക്ഷക്കണക്കിന് കേസുകൾ ഓരോ ദിവസവും കിട്ടുന്നത്. എടുക്കുന്ന കേസുകൾ ചിലപ്പോൾ 10ഓ 20ഓ 30ഓ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇഷ്ടംപോലെ കേസുകൾ, ലക്ഷക്കണക്കിന് കേസുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഡേറ്റ അറിഞ്ഞോ അറിയാതെയോ ഹാക്ക് ചെയ്യുന്നതിന് ഇഷ്ടം പോലെ കേസുകൾ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഫാദറിന്റെയോ മദറിന്റെയോ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയറോട് കൂടി വേണം ഉപയോഗിക്കുവാനായിട്ട്. ഫാദർ, ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക, ഫോൺ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഫോണാണെങ്കിലും കമ്പ്യൂട്ടർ, ഇതൊരു ട്രാപ്പാണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികമായി യൂസേജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രാപ്പാണ്. അതുകൊണ്ട് ആ ട്രാപ്പിലേക്ക് എന്റെ കുഞ്ഞുങ്ങൾ പോകാതെ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ ഒരു തീരുമാനമെടുക്കും, ഉപയോഗിക്കുമ്പോൾ ഞാനത് നോക്കി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അത് എന്താണ്, എങ്ങനെയാണ്, ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ, എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ വേണ്ട, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഹാക്കിംഗ്, ഹൗ ടു പ്രിവെന്റ് ഹാക്കിംഗ്. നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഹൗ ടു പ്രിവെന്റ് ഹാക്കിംഗ്, എങ്ങനെ നമുക്ക് ഈ ഫോണുകളൊക്കെ ഉപയോഗിക്കാം. ഡോണ്ട് ഓപ്പൺ എനി അറ്റാച്ച്മെന്റ് സെൻഡ് ഫ്രം, അതായത് നമുക്കറിയാൻ വയ്യാത്ത മെയിലിൽ നിന്ന് വരുന്ന മെയിലുകളോ, നമുക്കറിയാൻ വയ്യാത്ത നമ്പറിൽ നിന്ന് വരുന്ന വാട്സപ്പുകളോ ഒന്നും തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം ഇത്. നമുക്ക് അയച്ചു തരുന്ന മെയിലാണെങ്കിലും വാട്സപ്പുകളാണെങ്കിലും അങ്ങനെ മറ്റ് എന്താണെങ്കിൽ പോലും നമുക്കറിയാൻ വയ്യാത്തൊരു നിന്നാണ് വരുന്നതെങ്കിൽ അത് ഒരിക്കലും ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നിങ്ങളുടെയോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആരുമായിട്ടും ഒരിക്കലും ഷെയർ ചെയ്യരുത്. ആരുമായിട്ടും ഒരിക്കലും ഷെയർ ചെയ്യരുത്. പ്രത്യേകമായിട്ടും ഓർത്തുകൊള്ളണം. ഒരു ഡേറ്റാസ്, നമ്മുടെ ഡേറ്റാസ് അൺവാണ്ടഡ്, ഈവൻ നിങ്ങൾക്കറിയാൻ വയ്യാത്ത ആൾക്കാരുമായിട്ട് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും തന്നെ ഇന്റർനെറ്റ് വഴി ഒരിക്കലും സേവ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യുവാനായിട്ട് ഇന്റർനെറ്റ് വഴി നിങ്ങളുടെ പേര് കൊടുക്കരുത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെ അറിയാവുന്നവരാണെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്റർനെറ്റ് വഴി പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുവാനായിട്ട് ഇടയാകരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് ഡൗൺലോഡ് എനി അൺവാണ്ടഡ്. വേറെ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. വേറെ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർസും നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടറിലോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ സ്പാം മെയിൽസ് ഉണ്ട്. നിങ്ങൾ അതായത് വെറുതെ ഇഷ്ടംപോലെ പേര് അയച്ചിട്ട് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന കുറേ മെയിൽസ് കാണും. അത്തരത്തിലുള്ള മെയിലുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കരുത്. ഒരു മിനിറ്റ്, ഞാൻ എന്തോ ഒരു ചാറ്റിൽ കണ്ടു. സാർ, ഫോണിലെ ക്യാമറ ഓട്ടോമാറ്റിക്കായി ഓൺ ആകുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാലും ആ ക്യാമറ, ഞാൻ ഇതിന്റെ ആൻസറുകൾ ലാസ്റ്റിൽ പറഞ്ഞു കൊള്ളാം, ഒന്നിരുന്നോണേ. ആൻസറുകൾ നല്ല ക്വസ്റ്റ്യൻസാ. ഓട്ടോമാറ്റിക്കായിട്ട് ആകുന്നു പറയാം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ അങ്ങനെ ആവത്തില്ല ഒരിക്കലും. അതിന്റെ ക്യാമറ ഓൺ ആയിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. കഴിവതും നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് ഒക്കത്തില്ല. പിന്നീട് രണ്ടാമത്, ഈ ഫോണിന്റെ കാര്യത്തിൽ പറഞ്ഞ, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ തരാം. ഒരു 10 മിനിറ്റ് നേരം ഞാൻ തരാം. അത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടാൽ മതി. ഞാൻ എല്ലാത്തിനും 1 by 1 ആയിട്ട് ആൻസർ തരാം. താങ്ക് യു. ക്വസ്റ്റ്യൻ ചോദിച്ച
അതായത് സജിത അശോക് എന്ന് പറഞ്ഞ വ്യക്തിയോട് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഞാൻ ആൻസർ തരുന്നതായിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പാം മെയിൽസിനെ കുറിച്ച് സ്പാം മെയിൽസ് വന്നു കഴിഞ്ഞു. സ്പാം മെയിൽസ് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, വെറുതെ ചില ആൾക്കാർ ഇമെയിലുകൾ അയച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ആൻസർ തരാം കേട്ടോ, കുറെ പേര് അയക്കുന്നുണ്ട്, അയച്ചോളൂ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് ഒക്കെയും പോകുന്ന സ്പാം മെയിൽസ് ആണ് അത്. ഇപ്പം SBI.com പകരം SBI.com പകരം ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതിന്റെ സ്ക്രീൻ, ഒരു സ്പാം വെബ്സൈറ്റിന്റെ ഒരു സ്ക്രീൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ എങ്ങനെയാ അതിന്റെ ചേഞ്ചസ് വരുന്നതെന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ ആ സ്പാം മെയിൽസിന്റെ ഷെയർ വരുന്നത് എങ്ങനെയാണെന്ന്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? അത് മാറ്റണോ? കുഴപ്പമില്ലല്ലോ. ഹലോ, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനൊരു വേറെ ഫോൺ വേണമെങ്കിൽ മാറ്റി വെക്കാം. കേൾക്കാമോ സാറേ? ഹലോ സാർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓ സോറി, ഞാനൊരു ഷെയർ ചെയ്യാൻ വേണ്ടി ഈ PayPal.com അല്ലെങ്കിൽ ജിമെയിൽ, ഈ പേപ്പാലിന്റെ മേളിലത്തെ നിങ്ങൾ ഈ ഷെയറിങ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പേപ്പാലിന്റെ PAPAAL.com ഇന്ന് ആക്ച്വലി അവരുടെ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ട് ഇവിടെ കാണാം, PayPal.com എന്ന അവരുടെ അഡ്രസ്സ്. പക്ഷെ അതിന്റെ മേളിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും നമ്മളുടെ അഡ്രസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് ഫുള്ള് ഡീറ്റെയിൽ അങ്ങ് കൊടുക്കും. അതാ ഈ സ്പാം മെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. PAYPAAL.com അത് ആക്ച്വൽ അഡ്രസ് അല്ല. നമ്മൾ എപ്പോഴും അതുകൊണ്ട് ഒരു ഇന്റർനെറ്റ് എടുക്കുമ്പം ഗൂഗിൾ ആണോ, GOOGLE എന്നാണോ, അതോ GOOO എന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മുടെ അഡ്രസ് മേളിൽ URL എന്ന് നിങ്ങൾക്കൊക്കെ ഇത് അറിയാമെന്ന് വിചാരിക്കുന്നു, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. ആ അഡ്രസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം, നമ്മൾ ഉദ്ദേശിച്ച സൈറ്റിലേക്ക് തന്നെയാണോ പോകുന്നത്. അതിനകത്താണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും മറ്റുള്ള എന്ത് അക്കൗണ്ട് ആണെങ്കിൽ പോലും അതിനകത്ത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യില്ല. അത് കൂടാതെ താണ്ട് ഇവിടെ ഞാൻ ഈ വര ഇട്ടേക്കുന്നിടത്ത് കാണാം, ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ടേക്കുണ്ട്. ഇതാണ് ഒറിജിനൽ സൈറ്റിന്റെ ഒരു ചിഹ്നമാണ്, ലോക്കഡ് ഒരു ചിഹ്നം കാണും. HTTPS എൻക്രിപ്ഷൻ വഴിയാണ് ഈ സൈറ്റ് വർക്ക് ചെയ്യുന്നത്. TSL എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ വഴി. അതൊക്കെ പറയുവാനായിട്ടാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം എടുത്ത് പറഞ്ഞാലും തീരത്തില്ല. എങ്കിലും ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഒരു പ്രോട്ടോകോൾ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അന്നേരം സൈറ്റുകൾക്കകത്ത് ഇങ്ങനെയുള്ള ആ ലോക്ക്ഡ് ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ഈ സൈറ്റ് ഒറിജിനൽ സൈറ്റ് ആയിരിക്കും. ബാക്കിയുള്ള സൈറ്റ്, ചില സൈറ്റുകളുണ്ട് നിങ്ങളുടെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു അത് ഒരുമാതിരി നമുക്ക് അങ്ങനെ ഒരു എൻക്രിപ്ഷൻ വേണമെങ്കിൽ നല്ല ക്യാഷ് കൊടുത്ത് ഇടാനായിട്ട്, സെർവർ പീപ്പിൾസുമായിട്ട് ചേർന്ന് ക്യാഷ് കൊടുത്തതിന് ശേഷമേ അങ്ങനെ ഒരു എൻക്രിപ്ഷൻ നമുക്ക് ഇടാനായിട്ട് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചിഹ്നം, ലോക്ക്ഡ് ചിഹ്നം എപ്പോഴും കാണണം. അത് നല്ല സൈറ്റ് ആയിരിക്കും, അതായിരിക്കും ഒറിജിനൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ നമുക്ക് ഈ ഒറിജിനൽ അല്ലാത്ത സൈറ്റ്, അതായത് നോർമൽ സൈറ്റിനകത്ത് HTTP മാത്രമേ കാണത്തുള്ളൂ, S ഇവിടെ കാണത്തില്ല. പിന്നെ അത് തന്നെയല്ല, വേറെ എന്തെങ്കിലും അഡ്രസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊള്ളണം, നമ്മൾ സൈറ്റ് എടുക്കുന്നത് പ്രോപ്പറായിട്ട് ആണോ, എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊള്ളണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്തെടുത്താലും ശരി, അതിന്റെ മുകളിലുള്ള യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം.
പറയാനായിട്ടാണെങ്കിൽ വേറെ കുറെയൊക്കെ ഞാൻ സമയത്തിന് ചുരുക്കം മൂലം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഫിഷിംഗ് ഉണ്ട്, നമ്മുടെ പ്രാഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ഫിഷ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ റാൻസം വെയർ പോലുള്ള അറ്റാക്കുകളുണ്ട്. റാൻസം വെയർ, സ്പൈവെയർ പോലുള്ള റാൻസം വെയർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്കായി റാൻസം വെയർ അറ്റാക്ക് എന്ന് പറയുന്നത്. റാൻസം വെയർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറോ ഫോണോ മൊത്തം ഹാക്ക് ചെയ്തിട്ട് ഡേറ്റ നമുക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ക്യാഷ് ചോദിക്കും. ഇത്ര 1000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഈ ഡേറ്റ, ഒരിക്കലും ആ പൈസ നിങ്ങൾ ഡേറ്റ കിട്ടിയില്ലേലും വേണ്ടില്ല ഇട്ട് കൊടുക്കരുത്. കാരണം ഒരിക്കൽ നിങ്ങൾ ഒരു 5000മോ 3000മോ രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് ഡേറ്റ മേടിക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ മിക്കവാറും ഡേറ്റ തരത്തില്ല. അത് തന്നെയല്ല, നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള എന്തെങ്കിലും അറ്റാക്ക് വരുമ്പോൾ സൈബർ പോലീസിനെ ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾ അറിയിക്കുകയാണ് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ആവശ്യം. നിങ്ങളുടെ കൊല്ലം ജില്ലയിൽ സൈബർ പോലീസ് ഉണ്ട്. സൈബർ പോലീസിനെ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ഞാനൊന്ന് നോക്കിക്കൊള്ളട്ടെ. ഇടയ്ക്ക് സാറാണെങ്കിൽ ഒരു ഇതയച്ചു. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? നന്നായി കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ക്ലോസ് ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ദി സ്പോട്ടിൽ സൈബർ പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ അതിനെ എതിരെ ആക്ഷൻ എടുക്കാനോ ഒന്നും തന്നെ പോകുവാനായിട്ട് ഇടയാകരുത്. ഇങ്ങനെയുള്ള ഏത് അറ്റാക്ക് ഉണ്ട്, നിങ്ങളുടെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നിങ്ങളുടെ കൊല്ലം ജില്ലയിലെ സൈബർ സെല്ലുണ്ട്, എറണാകുളത്തും അതേപോലെ ട്രിവാൻഡ്രത്തും സൈബർ ഡോം പ്രവർത്തിക്കുന്നുണ്ട്. ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾ കൊല്ലം ജില്ലയുടെ സൈബർ പോലീസിന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് cbrclklm.pol. ഞാനത് നിങ്ങളുടെ ചാറ്റ് മെസ്സേജിനകത്ത് ഇട്ടേക്കാം. അതിന്റെ അഡ്രസ്സും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പോലീസിന്റെ ലൊക്കേഷൻസും എല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. അത് ക്വസ്റ്റ്യൻസ് ആൻസർ ഞാൻ പിന്നെ ചെയ്തുകൊള്ളാം. ചാറ്റ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ സൈബർ ഡോമിന്റെ അഡ്രസ്സ്, അതേപോലെ തന്നെ tuna.kerala.police.gov.in, cybercrime.gov.in, cyberdome.kerala.gov.in. ഇങ്ങനെയുള്ള കുറേ സൈറ്റുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ത്രെറ്റ്സ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ സൈബർ പോലീസിനെ അറിയിക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യം. നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു കോമൺ ആൻസർ ഞാൻ പറയും. എന്തും ഈ ലോകത്തിൽ സോഫാർ ഇന്റർനെറ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ എന്തും നമുക്ക് ഹാക്ക് ചെയ്യുവാനായിട്ടൊക്കെ. നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനകത്തോ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ നമ്മുടെ വീട്ടില് കള്ളൻ കയറുന്നത് പോലെ നമ്മൾ എത്ര സെക്യൂരിറ്റി കൊടുത്താലും ശരി, ചിലപ്പോൾ കള്ളന് ഈസി ആയിട്ട് നുഴഞ്ഞു കയറാം എന്ന് പറയുന്നത് പോലെയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഇതാണെങ്കിലും ശരി, നമുക്ക് എത്ര വലിയ അമേരിക്കയുടെ AES 256 എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ് എൻക്രിപ്ഷന് വേണ്ടി ഏറ്റവും ഉന്നതമായിട്ട് ഇപ്പം കണ്ടെത്തിയിട്ടുള്ള ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അതുവരെ ആൾക്കാർ ഹാക്ക് ചെയ്തിട്ട് പല സൈറ്റുകളിലും കയറുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രംപിന്റെ ചിലവർ വലിയ ആൾക്കാരൊന്നും തന്നെ ഫേസ്ബുക്കിന്റെ ഓണറായ സുക്കർബർഗ്, അദ്ദേഹം ഒരിക്കലും ക്യാമറ ഉപയോഗിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരിക്കലും ക്യാമറ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷമേ സംസാരിക്കത്തുള്ളൂ. പിന്നെ വലിയ പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റുമാർ ഒന്നും തന്നെ ഡയറക്റ്റ് ഫോൺ ഉപയോഗിക്കത്തില്ല. ഇന്റർനെറ്റ് ഫോണുകൾ ഒന്നും തന്നെ അവർ നോർമൽ ലോക്കൽ ഫോണുകളോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ. ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് പോലും ചിലപ്പോൾ ഉപയോഗിക്കുന്നത് സാധാ ലോക്കൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ലാൻഡ് ഫോൺ പോലുള്ള ഫോണുകളായിരിക്കും. കാരണം ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാനൊക്കെ അവർക്കൊക്കെയും അറിയാം. 1-2 ലോസും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷെ 1-2 സൈബർ ലോയെ കുറിച്ച് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സൈബർ ലോ ഇതിനു വേണ്ടി നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക.
ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഴ്സ് ഡോക്യുമെന്റ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സോ ആരെങ്കിലും സെക്ഷൻ 65 അനുസരിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സോ എന്തെങ്കിലും ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷ തടവും 2 ലക്ഷം രൂപയുമാണ് ഇന്ത്യന്റെ ശിക്ഷാനീതി അനുസരിച്ച്. ഫൈന് 2 ലക്ഷം രൂപയും 3 വർഷത്തെ ആരുടെയെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ ലോസ്റ്റ് ചെയ്തതായിട്ട് കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അടുത്ത ഹാക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം മൊത്തമായിട്ട് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 ഇയർ 3 വർഷവും അതേപോലെ തന്നെ 5 ലക്ഷം രൂപയും. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ചില ഡോക്യുമെന്റ് മാത്രമേ എടുത്തുള്ളെങ്കിൽ 2 ലക്ഷം രൂപ, ഇവിടെ മൊത്തമായിട്ട് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപ. ഫിഷിംഗ് ഒഫൻസ്, അതായത് നിങ്ങളുടെ ഡേറ്റകൾ വേറെ രീതിയിൽ വല്ലതും എടുക്കുകയാണെങ്കിൽ 3 ഇയർ. പാസ്വേഡ് വല്ലതും ഹാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ 3 ഇയറും അതേപോലെ തന്നെ 1 ലക്ഷം രൂപയുമാണ് ഫൈന്. സൈബർ പേഴ്സണൈസേഷൻ എന്ന് പറയും, അതായത് ഇംപ്രിസൺ 3 ഇയർ 3 വരെ. പിന്നെ വേറെ സൈബർ ടെററിസം ഉണ്ട്, സൈബർ ചൈൽഡ് പോണോഗ്രാഫി എന്ന് പറയും. സൈബർ ടെററിസത്തിന് അതേപോലെ ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് ആണ്. പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചറുകളോ വല്ലതും ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ എന്തെങ്കിലും ബോഡി പാർട്സുകളോ വല്ലതും പ്രദർശിപ്പിക്കുന്ന പിക്ചർ, കൊച്ചു പിള്ളേരുടെയൊക്കെ ബോഡി പാർട്സുകളും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രദർശിപ്പിക്കുന്ന പിക്ചറുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും ലൈഫ് ലോങ് അതായത് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങളെ ഒരിക്കലും, നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും പിക്ചറുകളൊന്നും, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള പിക്ചറുകളൊന്നും എടുത്ത് ഇന്റർനെറ്റ് കൊടുക്കുവാനായിട്ട് അധികാരമില്ല. ലൈഫ് ലോങ് അക്കൗണ്ടിൽ ആയിരിക്കും. ഞാൻ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം, പിന്നീട് സമയമുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തുകൊള്ളാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാമറ ഓട്ടോമാറ്റിക്കായി ഞാൻ നേരത്തെ പറഞ്ഞത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ബെറ്റർ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ, ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഫോണ് അങ്ങനെയുള്ള വസ്തുക്കൾ എല്ലാം തന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും, അതായത് ഏറ്റവും നല്ലത്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഫോണ് അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കുക. സ്വിച്ച് ഓഫ് ആക്കി, ഇപ്പം 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ 9 മണിക്ക് തന്നെ ഇതൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കഴിവതും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രവർത്തിക്കത്തില്ല. പിന്നെ ഓൺ ആവുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെയും പോകുന്നത്. സാർ, അക്കൗണ്ടിൽ നിന്ന് മണി പോകുമോ? തീർച്ചയായിട്ടും പോകാനായിട്ട് ഒക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ ഈസി ആയിട്ട് മണി പോകാനായിട്ട് ഒക്കും. അതുകൊണ്ട് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ബാങ്കിൽ ചെന്ന് പറഞ്ഞാൽ പോലും അവർ പറയാം, അയ്യോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ബാങ്കുകാർ ചോദിക്കും. ഇത്രയും കേസുകൾ ഡെയിലി ഇത് വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ പേരോ അറിയാൻ വയ്യാത്ത ആൾക്കാരുമായിട്ട് പേരോ അച്ഛൻ്റെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പരോ ഡെബിറ്റ് കാർഡിന്റെ നമ്പരോ ഒന്നും തന്നെ ഷെയർ ചെയ്യാതെ ഇരിക്കുക. ബാങ്കുകാരോ ഫോൺകാരോ ഒന്നും നിങ്ങളെ ഇതൊന്നും വിളിച്ചു ചോദിക്കത്തില്ല. പിന്നെ ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, അക്കൗണ്ട് നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബാങ്കിൽ നേരിട്ട് വന്ന് അക്കൗണ്ട് നമ്പർ പറഞ്ഞു തരാം, ഫോണിൽ കൂടി എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല എന്ന് തുറന്നു തന്നെ പറയുക. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഫോണിൽ കൂടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യരുത്. ഈവൻ വാട്സപ്പ് പോലും അയക്കരുത്. വീണ്ടും പറയുക, കഴിവ് വാട്സപ്പ് ചില സമയത്ത് നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അക്കൗണ്ട് നമ്പരോ പേരോ അയച്ചു കൊടുത്താൽ പോലും പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ, ക്രെഡിറ്റ് കാർഡിന്റെ നമ്പര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഫോണിൽ കൂടി അയച്ചു കൊടുക്കാതെ ഇരിക്കുക. കാരണം നിങ്ങളുടെ OTP പിന്ന് വരെ വന്നതിന് ശേഷമായിരിക്കും ഇതൊക്കെയും പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും OTP വരെ ഹാക്ക് ചെയ്യാവുന്ന പിള്ളേർ സെറ്റുകളും കുഞ്ഞുങ്ങളും ഒക്കെ ഇന്ന് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു വെബുണ്ട്. നിങ്ങൾ ആരും അതിനകത്തോട്ട് പോവണ്ട, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ പോലീസ് നിങ്ങളുടെ വീട്ടിൽ വരും. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ വെബിലേക്ക് പോകണ്ട, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും വേണ്ട. അതുകൊണ്ട് ഡാർക്ക് വെബ് എന്ന അതിന് പറയുന്നത്. ഡാർക്ക് വെബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡേറ്റ, കേരളത്തിലുള്ളവരുടെയും ഇന്ത്യയിലുള്ളവരുടെയും ഒക്കെ ഡേറ്റ പൈസ കൊടുത്ത് വാങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
അതുകൊണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ വളർന്ന് വേണമെങ്കിൽ ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ അതിനെക്കുറിച്ച് ആ വെബ്സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാനായിട്ടൊക്കെ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളും ഒരു നോട്ടപ്പുള്ളി ആയിരിക്കും. കേരള പോലീസിന്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ പോലീസിന്റെയും ഒക്കെ ഒരു നോട്ടപ്പുള്ളി ആയിരിക്കും. അതുകൊണ്ട് കഴിവതും ആ സൈറ്റ് ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക. തീർച്ചയായിട്ടും മണി പോകും, സൂക്ഷിച്ചില്ലെങ്കിൽ ഇഷ്ടംപോലെ പേരുടെ പേര് പൈസ പോകുന്നുണ്ട്. സാർ, മൊബൈൽ ഗെയിം കളിക്കുമ്പോൾ ഹാക്കേഴ്സിന് കാണാൻ ഒക്കുമോ? തീർച്ചയായിട്ടും. മൊബൈൽ അങ്ങനെയുള്ള ഒരു ഗെയിമാണ്, സാധാരണ നോർമലുള്ള ഗെയിം അല്ല, ഒരു ഹാക്കിംഗ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കഴിവതും മൊബൈൽ നിങ്ങൾ ഗെയിം ഒഴിവാക്കുക എന്നുള്ളൂ. 99% ഗെയിംസും ഹാക്കിംഗ് ഗെയിംസ് ആണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ 99% ഗെയിംസും ഹാക്കിംഗ് ഗെയിമാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും മൊബൈലിൽ നിങ്ങൾ കാണാതിരിക്കുക, മൊബൈലിൽ ഗെയിം കാണാതിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു CD മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇട്ട് ഗെയിം കളിച്ചോ. അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ പഴയ ഗെയിമുകളൊക്കെ പുറത്തുണ്ട്, ഈ കമ്പ്യൂട്ടറിൽ കാണുന്നതിനെക്കാട്ടിലൊക്കെ. അങ്ങനെയൊക്കെ ഇട്ട് കളിച്ചോ. അല്ലാതെ മൊബൈൽ കഴിവതും ഗെയിംസ് ഒഴിവാക്കുക. നിങ്ങളുടെ സ്മാർട്ട് TVയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇത്തരത്തിലുള്ള ഗെയിമുകൾ ഒഴിവാക്കുക. സാർ, എല്ലാ സോഫ്റ്റ്വെയറിലും ഹാക്കിംഗ് തീർച്ചയായിട്ടും എത്ര തരം വലിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും ഈസി ആയിട്ട് ഹാക്കിംഗ് ചെയ്യുവാനായിട്ട് ഒക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞത് അമേരിക്കയിൽ അവരുടെ AES 256 എന്ന് പറഞ്ഞ ഒരു എൻക്രിപ്ഷൻ മെത്തേഡ്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കൂടെ ഉണ്ട്. എൻക്രിപ്ഷൻ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ. നമ്മളൊരു സാധനം ഇവിടുന്ന് അയക്കും, പൊതിഞ്ഞ് അയക്കുക എന്ന് പറയാം, റാപ്പ് ചെയ്ത് അയക്കും. കുറെ അൽഗോരിതംസ് ഒക്കെയും വെച്ചിട്ട്, അൽഗോരിതംസ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെയും വെച്ച് റാപ്പ് ചെയ്ത് അതിനെ വരെ കീ ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്യുവാനായിട്ട് ഒക്കും. അതുകൊണ്ട് ഏത് വേണമെങ്കിലും എത്ര വലിയ ഇതിട്ടാലും പിന്നെ കുറെ കൂടെ സെക്യൂരിറ്റി ആക്കാം. നമ്മുടെ വീട് എങ്ങനെയാ, നമ്മൾ കുറച്ചുകൂടെ ഇത് ചെയ്യാൻ വാർക്കുന്നു, അല്ലെങ്കിൽ വാർത്തതിന് ശേഷം വട്ടം ചുറ്റുമതിൽ കെട്ടുന്നു എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ സെക്യൂരിറ്റി ഉണ്ടാക്കാം. പക്ഷെ അതിനെ വരെ ഇത് ചെയ്യാനായിട്ട് ഹാക്ക് ചെയ്യുവാനായിട്ട് ഒക്കും. സാർ, സ്ക്രീൻ കാണാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഇത്രയേ ഉള്ളൂ. SBI എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഫിഷിംഗ് സൈറ്റുകൾ, നമ്മുടെ അക്കൗണ്ട് അതിനകത്ത് മേളിൽ നമ്മൾ google.com എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അടിച്ചു കൊടുക്കത്തില്ലേ, അവിടെ അടിച്ചു കൊടുക്കുന്നിടത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം, നമ്മൾ കൊടുക്കുന്ന സ്പെല്ലിങ് തന്നെ ഉള്ള സൈറ്റ് ആണോ അവിടെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചു കൊള്ളണം എന്നാ ഞാൻ പറഞ്ഞത്. അതായത് എപ്പോഴെങ്കിലും SBI.com co.in എന്നാണ് ആക്ച്വലി SBIയുടെ സൈറ്റിന്റെ പേര്. പക്ഷെ മേളിൽ നിങ്ങൾ വരുമ്പോൾ ചിലപ്പം വരുന്നത് SBII.co.in, നമ്മൾ പോലും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ആ URL അയച്ചു കൊടുക്കുന്നത് കറക്റ്റ് ആണോ. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു ലോക്ക് ചിഹ്നമുണ്ട്. നിങ്ങളിപ്പോ ഗൂഗിൾ മീറ്റ് എന്ന് എല്ലാവരും ഗൂഗിൾ മീറ്റ് കമ്പ്യൂട്ടർ എടുത്തവർക്കൊക്കെ പെട്ടെന്ന് കാണാനായിട്ടൊക്കെ മേളിൽ ഓൺ ചെയ്ത് വെച്ചേക്കുവാണല്ലോ. ആ മീറ്റ് google.comന്റെ ഇപ്പുറത്ത് കണ്ട ഒരു ലോക്കിന്റെ ഒരു ചിഹ്നം, അതിന്റെ മീനിങ് ഇത് എൻക്രിപ്ഷൻ വഴിയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് വലുതായിട്ട് ആർക്കും ഇങ്ങനെയുള്ള സൈറ്റുകൾ ഹാക്ക് ചെയ്യുവാനായിട്ട് ഒക്കത്തില്ല. ഈ ലോക്ക് ചിഹ്നം ഉള്ള സൈറ്റുകൾ കഴിവതും അങ്ങനെയുള്ള സൈറ്റുകളെ ലോക്ക് ചിഹ്നമുള്ള HTTPS എന്നാണ് അതിന് പറയുന്നത്. HTTPS ഉള്ള സൈറ്റുകൾ മാത്രമേ ഓപ്പൺ ആക്കാവൂ. HTTP ഉള്ള സൈറ്റുകൾ കഴിവതും ഓപ്പൺ ആക്കാതിരിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാർ പറഞ്ഞല്ലോ അറിയാത്ത ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുവാൻ നമ്മുടെ വാട്സപ്പിൽ അയക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് ബാങ്കിന്റെ മണി എടുക്കാൻ കഴിയുമോ? ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് ബാങ്കിന്റെ മണി എടുക്കാനായിട്ട് ഒക്കത്തില്ല. ബാങ്കിന്റെ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിൽസും വെച്ച് ബാങ്കിന്റെ മണി എടുക്കാനായിട്ട് ഒക്കത്തില്ല. പക്ഷെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് വെച്ച്, അതായത് അക്കൗണ്ട് നമ്പരും IFSC കോഡും നമുക്ക് പലപ്പോഴും അയക്കേണ്ടി വരും. അത് വെച്ച് ഒന്നും ചെയ്യുവാനായിട്ട് ഒക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പരോ ഡെബിറ്റ് കാർഡിന്റെ നമ്പരോ ഒക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് ഒരാൾ പറയുക, ബാങ്കിന്റെ ഡീറ്റെയിൽ കൊടുത്തു, അക്കൗണ്ട് നമ്പരും IFSC കോഡും, എന്നിട്ട് അയാൾ പറയുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ തരുവാനായിട്ട് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ബാങ്കിലോട്ട് ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചോണം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും പിന്നെ IFSC കോഡും നമ്മുടെ പേരും മാത്രം മതി. നമ്മുടെ അച്ഛന്റെ പേര് വേണ്ട, അമ്മയുടെ പേര് വേണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട, ഇതൊന്നും. പക്ഷെ ഇത് മൂന്നും കൂടെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചോണം അയാൾ ഒരു ഹാക്കർ ആണെന്ന് ചിന്തിച്ചോളണം. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാർ, നമ്മളെ കാണാൻ നമ്മൾ ഒരു
കാര്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആകുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ സാർ ആപ്പ് ഇപ്പം ഇൻസ്റ്റാൾ ആകുമ്പോൾ ഫോണിൽ എല്ലാ സിസ്റ്റവും പോകുമോ? ഇല്ല, അത് പറയാനായിട്ടാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നിങ്ങളുടെ ഈ ഫോൺ നിങ്ങൾ കാണാമല്ലോ, ഈ ഫോൺ അതിന്റെ ആപ്പ് ഇൻസ്റ്റാളേഷന് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അൺവാണ്ടഡ് നമ്മൾ അറിയാതെ തന്നെ 2-3 ആപ്പുകൾ എങ്ങനെയായാലും മിക്കവാറും എല്ലാ ഫോണിലും കാണും, ഓപ്പൺ ആയി കിടപ്പുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത കുറേ ആപ്പുകൾ അത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയിട്ട് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അറിയാം നിങ്ങൾ അറിയാത്ത കുറേ ആപ്പുകൾ അതിനകത്ത് കിടപ്പുണ്ട്. അത് തന്നെയല്ല, നിങ്ങൾ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോസ് എടുത്തോട്ടെ, നിങ്ങളുടെ ക്യാമറ എടുത്തോട്ടെ എന്നെല്ലാം നമ്മൾ അറിയാതെ അതങ്ങ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ എഗ്രിമെന്റും ലാസ്റ്റ് കൊണ്ട് ടിക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ എല്ലാ കോണ്ടാക്ട് ഡീറ്റെയിൽസും അവരെടുക്കും, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോയും അവരെടുക്കാം, നമ്മൾ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, ഈവൻ വാട്സപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കും, നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ടിക്ക്, നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ മറ്റേ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ കോണ്ടാക്ട്സ് എല്ലാം ഞാൻ എടുക്കുവാന്നേ, അതും ടിക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ എന്നാ എഗ്രിമെന്റൂടെ സൈൻ ചെയ്തു, അതും ടിക്ക് ചെയ്ത് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവർക്ക് എടുക്കാമെന്ന് നമ്മൾ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, അതാ ഏറ്റവും നല്ലത്. എന്തെങ്കിലും വേണമെങ്കിൽ അവരുടെ ബ്രൗസറിൽ പോയിട്ട് നമുക്ക് അവരുമായിട്ട് പിന്നെ വാട്സപ്പ് പോലുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാതെ ഇപ്പോഴത്തെ യുഗത്തിൽ ഒക്കത്തില്ല. എങ്കിലും ഉപയോഗിക്കാതിരിക്കാനൊക്കെങ്കിൽ ഏറ്റവും നല്ലത് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവരെടുത്തുകൊണ്ട് പോയത്. ഞാൻ ആ സിറ്റി പോലീസ് കമ്മീഷണറെയും എല്ലാം അഡ്രസ്സ് അയച്ചിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. സാർ, അക്കൗണ്ട് ഹാക്ക് ആകുന്നത് എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ പ്ലീസ്? സാർ, ഹാക്ക് ചെയ്യുന്നതിന് ആപ്പ് വേണോ? ഹാക്ക് ചെയ്യുന്നതിന് ആപ്പ് വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആപ്പ് വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിഷിംഗ്, ചില ലൈൻസുകൾ എഴുതി കൊടുത്താൽ മതി. ഇപ്പം ലിനക്സ് പോലുള്ള ഇപ്പം എൻ്റെ ഈ കമ്പ്യൂട്ടറിനാണെങ്കിൽ 7-8 OS തന്നെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. ലിനക്സിന്റെ തന്നെ പല വേർഷനിലുള്ള, കലി ലിനക്സ് അങ്ങനെയൊക്കെയുള്ള പല വേർഷനിലുള്ള, അതൊക്കെ ഹാക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. അന്നേരം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ചില നിങ്ങളുടെ ഫോൺ നമ്പരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേരോ നിങ്ങളുടെ ഈ ഇമെയിൽ ID വെച്ച് കൊടുത്താൽ തന്നെ ചില സോഫ്റ്റ്വെയർ ഞങ്ങളുടെ കയ്യിലുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഇമെയിൽ ട്രീ പോലെ വരും. ട്രീ പോലെ വന്നിട്ട് നിങ്ങൾ ഇന്ന് ആരൊക്കെയായിട്ട് സംസാരിച്ചു, പോലീസിന്റെ സൈഡിലുള്ള സോഫ്റ്റ്വെയർസ്, അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും ആർക്കൊക്കെ നിങ്ങൾ മെയിൽ അയച്ചു, നിങ്ങളുടെ എല്ലാം നിങ്ങൾ ആരുമായിട്ടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ഫുൾ ഇങ്ങനെ എഴുതി കാണിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ടത്. അങ്ങനെയുള്ള നമുക്കിപ്പോൾ അവരെ ഹാക്ക് ചെയ്യണമെന്ന്, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആൾക്കാരെ ഹാക്ക് ചെയ്യുവാനായിട്ടൊക്കെ. സാർ, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്ന ആളിനെ നമ്മുടെ ഫോണിലുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ? ഉള്ള നമ്പേഴ്സ് എടുക്കുന്ന ഡിലീറ്റ്, എനിക്കത് മനസ്സിലായില്ല എന്തുവാണ്, പിന്നീട് പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് ബാക്കിയുള്ളതിലേക്ക് പോട്ടെ. സാർ, അക്കൗണ്ടിൽ നിന്നും മോനെ പോകുമോ സാർ? എനിക്ക് അതും മനസ്സിലായില്ല. സാർ, അക്കൗണ്ടിൽ നിന്ന് സജിമായം സാർ, നമ്മുടെ ഫോണിൽ എന്തെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ? നമുക്കറിയാനൊക്കെ അതല്ലേ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയാനായിട്ട് ഒക്കത്തില്ല. ഫോൺ നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാനായിട്ട് ഒക്കത്തില്ല. അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ 1-2 വിദ്യകളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. പിന്നെ ചില ഇതുണ്ട്, കമാൻഡ് പ്രോമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കമാൻഡ് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ അറിയാനായിട്ടൊക്കെ. ഫോണിലെ സെറ്റിങ്സിൽ പോയി അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്പ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാനായിട്ടൊക്കെ. അതിനകത്ത് നമുക്ക് കുറെ അൺവാണ്ടഡ് നമ്മൾ അറിയാത്ത കുറെ ആപ്പുകൾ കാണുന്നതായിരിക്കും. സാർ, വാട്സപ്പിൽ നിന്നും നോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്താൽ ഹാക്കിംഗ് നടക്കുമോ? അതൊരു നല്ല ഇത് വഴിയാണ്. അൺനോൺ നമ്പേഴ്സ് വാട്സപ്പിൽ അറിയാൻ വയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടാൽ മതി. അറിയാവുന്നവരുടെ മാത്രം നമ്മൾ വാട്സപ്പിൽ കൊടുത്താൽ മതി. നല്ലതാ കേട്ടോ. മനോജ് പറഞ്ഞ നല്ലൊരു ഐഡിയ അത്. ആരായാലും
അൺവാണ്ടഡ് അറിയാവുന്നവരുടെ നമ്പർ മാത്രം നമ്മൾ വാട്സപ്പിൽ ഇട്ടാൽ മതി. സാർ അക്കൗണ്ടിൽ അത് നേരത്തെ പറഞ്ഞതാണല്ലോ മണിയുടെ കാര്യം. സാർ OTP നമ്പറിൽ നിന്നും ഹാക്ക് ചെയ്യാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. OTP നമ്പർ വരെ ഹാക്ക് ചെയ്യുവാനായിട്ട് കഴിയും. സാർ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ജെനുവിൻ സൈറ്റ് ആണോ, ഒരുമാതിരി ജെനുവിൻ സൈറ്റ് ആണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇതേപോലെ സെക്യൂരിറ്റി ചിഹ്നമുണ്ടോ, ലോക്ക്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചിഹ്നമുണ്ടോ? പിന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യുവാനായിട്ട് കഴിയും ഈ ആപ്പ് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, നല്ല ആപ്പാണോ എന്നൊക്കെ ഗൂഗിൾ, അങ്ങനെ മാത്രമേ ഇപ്പം നമുക്ക് അറ്റ് പ്രസന്റ് ചെയ്യുവാനായിട്ട് ശരി. സാർ ഫേസ്ബുക്ക് പോലുമില്ല പോലുള്ള ആപ്പിൽ നിന്നൊക്കെ ക്യാഷ് പോകുന്നു. അത് ക്യാഷ് പോകത്തില്ല, നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവർക്ക് എടുക്കാനായിട്ടൊക്കെ നമ്മുടെ ഫോട്ടോയും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ, പക്ഷെ അതിന് ക്യാഷ് പോകത്തില്ല. അത് ശ്രദ്ധിച്ചു കൊള്ളണം. പക്ഷെ എങ്കിലും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കല്ലേ ഫേസ്ബുക്ക് വഴി ആർക്കും. സാർ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക് ഹെൽപ്ഫുൾ എന്ന്, അതുവഴി ഹാക്കിംഗ് നടക്കും. തീർച്ചയായിട്ടും ഒത്തിരിയും ഓൺലൈൻ സിസ്റ്റം ഉണ്ട്. ഈവൻ ഗൂഗിൾ സിസ്റ്റം പോലും ഹാക്ക് ചെയ്തിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക്. ഗൂഗിളിന്റെ ഗൂഗിൾ പേ പോലും ഹാക്ക് ചെയ്തിട്ടുണ്ട്. കഴിവതും ഓൺലൈൻ സിസ്റ്റങ്ങൾ അവരുടെ സൈറ്റിൽ പോയി സെൻഡ് ചെയ്യാനൊക്കെ അതാ ഏറ്റവും നല്ലത്, ആപ്പ് വഴി സെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും. ഫോർ എക്സാമ്പിൾ SBIയുടെ സൈറ്റ് ഉണ്ട്, സൈറ്റിൽ പോയി കഴിവതും സെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അവരുടെ ആപ്പിനേക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അവരുടെ സൈറ്റ്. എന്നുവെച്ചാൽ ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫോണിലാണ് ഉപയോഗിക്കുന്നത്, എല്ലാവരും ഹാൻഡിൽ ചെയ്യും, നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ക്യാഷ് പോകുവാനായിട്ട് സാധിക്കും. സാർ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ ഹാക്ക് ചെയ്യുമ്പോൾ പോയത് പൊതുവായ മാർഗം വല്ലതുമുണ്ടോ? ഹാക്ക് ചെയ്യാതിരിക്കാനുള്ള മാർഗം വല്ലതും പൊതുവായ അതൊന്നുമില്ല, നമ്മൾ തന്നെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യാതിരിക്കുക, അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താ മെസ്സേജുകൾ വന്നാൽ, നമ്മൾ വേണ്ടാത്ത ആൾക്കാരിൽ നിന്ന് അയക്കുന്ന ഇമെയിലുകൾ വന്നാൽ ഓപ്പൺ ചെയ്യാതിരിക്കുക, നമ്മൾ തന്നെ അതൊക്കെയും ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അതിന് പൊതുവായ മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. വാട്സപ്പ് വഴി ഹാക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും, വാട്സപ്പ് വഴി ഹാക്ക് ചെയ്യാനായിട്ട് കഴിയും. സാർ ഗൂഗിൾ പ്ലേയിൽ ഹാക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ നിന്നും മണി പോകുമോ? ഗൂഗിൾ പ്ലേയിൽ ഹാക്ക് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലായില്ല പറഞ്ഞത്. സാർ ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിരോധിച്ചതാണല്ലോ, തീർച്ചയായിട്ടും അതിൽ നിന്ന് വലിയ ഹാക്കിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ടിക്ടോക്കിൽ നിന്നും വേറെ കൺട്രിക്കാരെ, ചെറിയ ചെറിയ ആൾക്കാരല്ല, മറ്റ് കൺട്രിക്കാർ, അതുകൊണ്ടാണ് ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുന്നത് ഇപ്പോൾ. സാർ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വഴി അതുവഴി ഹാക്കിംഗ് നടക്കുമോ സാർ? പ്ലീസ്, ഓൺലൈൻ പേയ്മെന്റ് വഴി എല്ലാം തന്നെ ഹാക്കിംഗ് നടക്കും. അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് മാത്രമേ ബാങ്കിന്റെ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാവൂ, വളരെ കെയർ ആയിരിക്കും. സ്മാർട്ട് ടി വിയിൽ നടക്കുന്ന ഹാക്കിംഗ് ചെയ്യുമ്പോൾ അത് നോർമൽ ടി വിയിൽ ഹാക്ക് ചെയ്യത്തില്ല, കാരണം ഇന്റർനെറ്റ് കണക്ട് ആകാത്തത് കൊണ്ട്. നോർമൽ ടി വി ആണ് ഏറ്റവും നല്ലത് സ്മാർട്ട് ടി വിയെക്കാട്ടിലും. അല്ലെങ്കിൽ സ്മാർട്ട് ടി വിക്കകത്ത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാതിരിക്കുക. ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത് മുഖാന്തരമേ ഇത് ഹാക്കിംഗ് നടക്കത്തുള്ളൂ, ഇന്റർനെറ്റ് കണക്ട് അല്ലാത്തടത്തോളം കാര്യം ഹാക്കിംഗ് നടക്കത്തില്ല. സാർ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം പോലുള്ള ആപ്പിൽ അക്കൗണ്ട് എടുത്താൽ കൂടി നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയും? അക്കൗണ്ട് എടുത്താൽ ഹാക്ക് ഒന്നും ചെയ്യത്തില്ല, ആരെങ്കിലും ചെയ്യുന്ന ലിങ്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സാർ ഗൂഗിൾ ഫോണിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഹാക്ക് ചെയ്യുമോ? ഹാക്ക് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട് പലരുടെയും പൈസ, പക്ഷെ എങ്കിലും കെയർ ആയിട്ട് ഉപയോഗിക്കുക. ഗൂഗിൾ വഴിയൊക്കെ പൈസ അതിന് എല്ലാം ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അതിന് ഒരു വഴി, നിങ്ങളൊരു ചെറിയ അക്കൗണ്ട് തുടങ്ങുക, അതിനകത്ത് വലുതായിട്ട് പൈസ ഇടരുത്, അത് ഈ ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻസ് വേണ്ടി ഉപയോഗിക്കുക. ബാക്കിയുള്ള എമൗണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ആയാലും SBIയിൽ അക്കൗണ്ട് ആയാലും ഒരു ചെറിയ അക്കൗണ്ട്, അതിനകത്ത് 5000-ഓ 10,000, നിങ്ങളുടെ ഫാദറിന്റെ കൂടെയും മദറിന്റെ കൂടെയും പറയണം, 10,000-ഓ അല്ലെങ്കിൽ 5,000-ഓ ഒക്കെ രൂപയെ ഇട്ടേക്കാവും. അതിന് ആവശ്യം അത് മാത്രമേ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ ട്രാൻസാക്ഷൻസിന് എല്ലാം ഉപയോഗിക്കാവൂ. പിന്നെ ആ എമൗണ്ട് തീരുമ്പോൾ വീണ്ടും വേറെ എമൗണ്ട് മാനുവലായിട്ട് കൊണ്ടിടുക, അതാണ് ഏറ്റവും നല്ല ഒരു വഴി. പോയാലും നമ്മുടെ 5000 രൂപയോ 10,000 രൂപയോ പോകത്തുള്ളൂ, വലിയ എമൗണ്ടുകൾ പോകത്തില്ല. സാർ ഹാക്കിങ്ങിലൂടെ നമ്മുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഹാക്കിംഗ് വഴി നമ്മുടെ ഫോട്ടോ എടുക്കാൻ കഴിയും.
സാർ വാട്സപ്പിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, അതുവഴി ഹാക്കിംഗ് പ്രിവെന്റ് ചെയ്യുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇടുന്നത് വളരെ നല്ലതാണ് അനിൽ ബോസെ. കുറച്ചൊക്കെ ഹാക്കിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. കഴിവതും 2 സ്റ്റെപ്പ് ഈ അടുത്ത കാലത്ത് ഇഷ്ടം പോലെ പേർക്ക് വാട്സപ്പ് ഹാക്കിംഗ് നടന്നു. കേരളത്തിൽ വലിയ വലിയ ആൾക്കാർക്ക് വരെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വലിയൊരു അറ്റാക്ക് നടന്നു വാട്സപ്പ് വഴി. നമ്മുടെ ഫോൺ ഡേറ്റാസും എല്ലാം പലരും എടുത്തുകൊണ്ട് പോയി. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു കാര്യമാണ്, എങ്കിൽ പോലും ഹാക്ക് ചെയ്യാം. പലരുടെയും ഡേറ്റാസും പലരുടെ ഫോൺ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വലിയൊരു ത്രെറ്റ്സ് വാട്സപ്പ് വഴിയായി നടന്നായിരുന്നു. വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടും പോലെ എങ്ങനെ ഹാക്ക് ചെയ്യുന്നത്? പ്രൊഫൈൽ പിക്ചർ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാ, കുഴപ്പമില്ല. എങ്കിലും എങ്ങനെയാ ഹാക്ക് ചെയ്യുന്നത്? നമ്മൾ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടും പോലെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദിച്ചത്. സാർ, ഹാക്കേഴ്സിന് നമ്മുടെ ഫോണിൽ നമ്പേഴ്സ് എടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. എടുത്താൽ ആ നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ അവരുടെ സത്യത്തിൽ നിന്നെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. സത്യത്തിൽ നിന്നെ ഡിലീറ്റ് അതിപ്പം ഭയങ്കര ഒരു ഫിഷിംഗ് ഇത് നല്ലൊരു ക്വസ്റ്റ്യനാ. ഈ എന്താ പൊന്നമ്മു ചോദിച്ചേക്കുന്നത്, വാട്സപ്പ് വഴി നമ്മുടെ നമ്പേഴ്സ് ഒക്കെ എടുത്തതിന് ശേഷം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വാട്സപ്പിലുള്ള നമ്പേഴ്സ് എടുക്കും. നമ്പേഴ്സ് എടുത്തതിന് ശേഷം ആ വാട്സപ്പിലുള്ള നമ്പേഴ്സുകാർക്കെല്ലാം അവർ വീണ്ടും അയക്കും, ഓരോന്ന് അയക്കും. അങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പ് ത്രെഡ്സ് വാട്സപ്പ് വഴി ഇഷ്ടം പോലെ പേര് ഡേറ്റ ഹാക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ആദ്യം നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറുകളെല്ലാം അവരെടുത്തു, ഹാക്കേഴ്സ്. അതായത് നമ്മുടെ ഫാദറിന്റെ നമ്പർ, മദറിന്റെ നമ്പർ, ചേച്ചിയുടെ നമ്പർ, ചേട്ടന്റെ നമ്പർ ഉള്ള എല്ലാം വാട്സപ്പ് വഴി അവർ ഹാക്ക് ചെയ്തു. എന്നിട്ട് ആ നമ്പറിലെല്ലാം എന്തയച്ചു കൊടുത്തു? ഫോർ എക്സാമ്പിൾ, ബിജു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ലാലു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നീ ഇന്ന ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരണം എന്ന് പറയും. നമ്മൾ ഈ വാട്സപ്പ് കണ്ടുകൊണ്ട് എന്റെ ഫ്രണ്ട് ആണല്ലോ ബിജു, അല്ലെ എന്റെ ഫ്രണ്ട് ആണല്ലോ ലാലു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡീറ്റെയിൽ അയച്ചു ചെയ്ത് കൊടുത്തു. നമുക്ക് ക്വസ്റ്റ്യൻസ് ക്ലോസ് ചെയ്യുക, സമയം അധികമാണ്, 1 മണിക്കൂറാണ് അഭിജിത്ത് സാർ പറഞ്ഞത്. നമ്മുടെ വാട്സപ്പിൽ ഇടുന്ന പ്രൊഫൈൽ ഹാക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഹാക്ക് ചെയ്യാനൊക്കെ. ഹാക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് വളരെ, സാർ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുമ്പോൾ ഹാക്ക് ചെയ്യുന്നത് മൊബൈൽ ഡേറ്റ ഓൺ ആക്കുമ്പോഴാണ്. പക്ഷെ ഇന്റർനെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യാം. ഇന്റർനെറ്റ് ഇല്ലാതെ ഹാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പഴയ ഫോണാണ് ഏറ്റവും നല്ലത്. നമ്പർ യൂസ് ചെയ്ത് കുത്തി വിളിക്കുന്ന, നമ്മുടെ അപ്പച്ചനും അല്ലെങ്കിൽ അമ്മയും അച്ഛനും അമ്മയും ഒക്കെ വിളിക്കുന്ന ആ പഴയ ഫോണാണ് നല്ലത്. ഈ ഫോൺ, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി, ഇന്റർനെറ്റ് സെക്യൂരിറ്റി വളരെ കുറവാണ്. താങ്ക് യു. നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് പറയുവാനായിട്ടാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ, കൊറോണ കഴിയുമ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ വന്ന് കുറെ ക്ലാസ്സുകളൊക്കെ എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്കും ഇഷ്ടംപോലെ ഡൗട്ടുകൾ കാണും. സ്റ്റാറ്റസിൽ ലിങ്കുകൾ വല്ലതും അത് ഓപ്പൺ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? കഴിവതും വാട്സപ്പിൽ സ്റ്റാറ്റസിൽ ഇടുന്ന ലിങ്കുകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കുക മനോജ്. ഒരു ലിങ്കുകളും ഇടുകയും ചെയ്യാതിരിക്കുക, ഓപ്പൺ ചെയ്യാതിരിക്കുക. താങ്ക് യു മനോജ്. ഒരിക്കലും ഒരു ലിങ്കുകളും, അറിയാൻ വയ്യാത്ത ലിങ്കുകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കുക. താങ്ക് യു കുഞ്ഞുങ്ങളെ, നിങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിക്കാൻ കളഞ്ഞിട്ട് വളരെ നന്ദി. എന്നെ വിളിച്ച അഭിജിത്ത് സാറിനോടുള്ള നന്ദി, ടീച്ചേഴ്സിനോടും എല്ലാവരോടുമുള്ള നന്ദി. ഏകദേശം കുറെ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു, വളരെ നന്ദി. നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഇടയാകട്ടെ, ജഗദീശൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു, വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു അഭിജിത്ത് സാർ, താങ്ക് യു. ഈ 14 ദിവസം പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായി ഞാൻ സ്വീകരിച്ചിരുത്തിയ സാറിന് അമ്മ മലയാളം പ്രോഗ്രാമിന്റെ നെറ്റ് പ്രോബ്ലം കൊണ്ടാണ് പലപ്പോഴേക്കിട്ടായി പോയത്. സാറിനോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാനിരുന്നത്, ഒരു ദിവസം കൊറോണ ഒക്കെ മാറുമ്പോഴേക്കും സാറിനൊരു നേരിട്ട് വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു തരണം എന്ന് സാർ അങ്ങോട്ട് തന്നെ സൂചിപ്പിക്കുമായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്ന, പിന്നെ ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കട്ടെ, അത് പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയും അതിമനോഹരമായി സൈബർ സുരക്ഷയെ പറ്റി നന്നായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, തീർച്ചയായും നന്നായി മനസ്സിലാകുന്ന രീതിയിൽ രേഖപ്പെടുന്നു. താങ്ക് യു സർ. താങ്ക് യു കുഞ്ഞുങ്ങളെ, താങ്ക് യു. വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. താങ്ക് യു. മക്കളെ, മീറ്റിംഗ് ഈസ് ഓവർ. എല്ലാവർക്കും ലെഫ്റ്റ്. സാർ ലെഫ്റ്റ് ആവട്ടോ? ഓ ശരി.